നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലെ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് ഇതുപോലൊരു ബാറ്ററി ഐക്കൺ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് പല ഫോണുകളിലും പല രൂപത്തിലായിരിക്കും ഈ ബാറ്ററി ഐക്കൺ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫോൺ കമ്പനി മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പേരും മാറുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഉപയോഗം പവർ സേവിംഗ് ആണ്, അതായത് ബാറ്ററി സേവ് ചെയ്യാനുള്ളതാണെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. എന്നാൽ ഇതുകൊണ്ടുള്ള കൃത്യമായ ഉപയോഗം അറിയാത്തത് കൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും ഇത് ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് ഉപകാരപ്രദമായ നിരവധി ഫീച്ചറുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്തുള്ള ഈ ബാറ്ററി ഐക്കണെ കൊണ്ടുള്ള കൂടുതൽ പ്രയോജനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മുടെ ഫോണിലെ ക്വിക്ക് സെറ്റിംഗ്സിനകത്താണ് പവർ സേവിംഗ് മോഡ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാം ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് പവർ സേവിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഓൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി യെല്ലോ നിറത്തിലേക്ക് മാറുന്നത് കാണാം. ഇതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ചില ആപ്പുകൾ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സാധാരണ ലഭിക്കുന്ന ബാറ്ററി ചാർജിനേക്കാൾ നമുക്ക് 1 മണിക്കൂർ കൂടുതൽ ലഭിക്കുമെന്നേ ഉള്ളൂ. ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ഇത്തിരി നേരം കൂടി ബാറ്ററി ചാർജ് നിലനിർത്താം, അത്രയേ ഉള്ളൂ ഇതുകൊണ്ടുള്ള പ്രയോജനം. ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. പക്ഷേ എല്ലാ മൊബൈൽ ഫോണിലും ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫീച്ചർ ലഭിക്കില്ല. ഇപ്പോൾ ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ്. ഇതിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് ഞാൻ ഈ പവർ സേവിംഗ് മോഡ് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ കുറച്ച് ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഫോണുകളിൽ സെറ്റിംഗ്സിനകത്താണ് ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷനും അതിൽ കൂടുതൽ ഓപ്ഷനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓപ്പോ, വിവോ, OnePlus, IQ, റിയൽമി പോലെയുള്ള ഫോണുകളൊക്കെ നമ്മൾ ഇതുപോലെ പവർ സേവിംഗ് മോഡിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. ഈ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൺ ആയാൽ ഇതിനകത്ത് പല ഫീച്ചേഴ്സും ഉണ്ടാവും. ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് സൂപ്പർ പവർ സേവിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം, ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് ഫോണിലെ ചാർജ് ഒരുപാട് നേരം നിലനിർത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ പവർ കട്ടൊക്കെ വന്നിട്ടുണ്ട്, എപ്പോൾ കറണ്ട് വരുമെന്നറിയില്ല. ഒരുപാട് ദിവസങ്ങളൊക്കെ നമുക്ക് ചാർജ് ഫോണിൽ നിലനിർത്തണമെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യണം. മൊബൈൽ ഡാറ്റ, വൈഫൈ, ലൊക്കേഷൻ, ബ്ലൂടൂത്ത് പോലെയുള്ളതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ബാറ്ററി നിലനിൽക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം സൂപ്പർ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കുമ്പോൾ ഇതുപോലെ ടേൺ ഓൺ ചെയ്യേണ്ട ഒരു പോപ്പപ്പ് കൂടി വരും. അത് ഓൺ ചെയ്ത് അല്പസമയം കാത്തു നിൽക്കുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിൽ സൂപ്പർ പവർ സേവിംഗ് മോഡ് ഓൺ ആകും. പിന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് ഏതെങ്കിലും ആപ്പൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. അതിനനുസരിച്ച് ബാറ്ററി ചാർജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ആ കാര്യം ഓർക്കുക. മറ്റേതെങ്കിലും ആപ്പ് അത്യാവശ്യമാണെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ആപ്പ് വേണം അത് നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സൂപ്പർ പവർ സേവിംഗ് മോഡിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങളോളം ബാറ്ററി നിലനിർത്താൻ പറ്റും. ഇനി ഇത് എക്സിറ്റ് പോകണമെങ്കിൽ വലതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു എക്സിറ്റ് ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് സൂപ്പർ പവർ സേവിംഗ് മോഡ് എക്സിറ്റ് പോകാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ഓപ്ഷനിലൂടെ തന്നെ നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ച് അതിനെ നിയന്ത്രിക്കാനും ഒഴിവാക്കാനും എല്ലാം പറ്റുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പവർ സേവിംഗ് മോഡിൻ്റെ സെറ്റിംഗ്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്കത് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ പറഞ്ഞ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇനി ചില ഫോണുകളിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കേടുകൂടാതെ കൂടുതൽ കാലം ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. അതായത് 20%, 80% ബാറ്ററി നിലനിർത്താനും അതുപോലെ തന്നെ 80% മുകളിൽ ചാർജ് ആകുന്ന സമയത്ത് സ്ലോ ഡൗൺ ചെയ്യാൻ, അതായത് ചാർജർ സ്ലോ ആക്കാനുള്ള ഓപ്ഷൻ, അങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഇത്തരത്തിൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി പവർ സേവിംഗ് മോഡ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബാറ്ററിയുടെ ഐക്കൺ അടക്കമുള്ള ബാറ്ററിയുടെ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതിനേക്കാളും മികച്ച ഫീച്ചേഴ്സൊക്കെ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാകും. ഇതിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കറണ്ട് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ബാലൻസ്ഡിലാണുള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അൾട്രാ പവർ സേവിംഗ് മോഡ്. അത് ഓൺ ചെയ്യുകയാണെങ്കിൽ 62 മണിക്കൂർ, അതായത് ഏകദേശം 3 ദിവസത്തോളം ബാറ്ററി ചാർജ് നിർത്തേണ്ട ഓപ്ഷൻ ഈ ഒരു ഫോണിനകത്തുണ്ട്. നമ്മളുടെ ഉപയോഗം പോലെ ഇരിക്കും. അത് നമുക്ക് ടേൺ ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് 98%. അതായത് ഐഫോണിലൊക്കെ കാണിക്കുന്നത് പോലെ ഹെൽത്ത് കാണിക്കും. അതുപോലെ ഞാൻ എത്ര തവണ ചാർജ് ചെയ്തു എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ചാർജ് ചെയ്ത ഡേറ്റ് കാണിക്കുന്നുണ്ട്.
ഇതുപോലെ ബാറ്ററി സംബന്ധമായ നിരവധി ഓപ്ഷനുകൾ നമ്മുടെയൊക്കെ ഫോണിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം 5 മിനിറ്റിനടുത്തായിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി ഓപ്ഷനിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാം ഉപകാരപ്രദമായൊരു ഫീച്ചറായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ goodbye.